നമ്മൾ പത്തനംതിട്ടയിൽ ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇവിടെ എത്തി. അത് ഇത് ചേട്ടൻ അതുപോലെ പറഞ്ഞ പോലെ പല ആളുകളും ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടിട്ടില്ല, പറഞ്ഞു കേട്ടിട്ടില്ല. ചിലപ്പോൾ പത്രത്തിലൊക്കെ വായിച്ച് കാണും, ഇടയ്ക്ക് എപ്പോഴും മറന്നുപോയതായിരുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ ഇത്രയും ദൂരം ഇങ്ങനെ തിരുവല്ല കഴിഞ്ഞിട്ട് ഇത്രയും ദൂരം യാത്ര ചെയ്ത് വരുമ്പോൾ നിങ്ങളുടെ ഗുരുനാഥനായ സുദർശന ചേട്ടൻ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയതാണ് ഈ ക്ഷേത്രത്തെ പറ്റി പോകേണ്ട ഒരു ക്ഷേത്രമാണെന്ന് പറഞ്ഞതനുസരിച്ചാണ് അദ്ദേഹം ഇവിടെ വന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേകത കാണും. പ്രത്യേകതകളെ കുറിച്ച് ഇപ്പോൾ ധാരാളം ഇതുപോലുള്ള ബസ്സുകളിൽ ധാരാളം ആളുകൾ ഇപ്പോൾ ഇവിടെ വരുന്നുണ്ട്. മിക്കവാറും ഞായറാഴ്ചകളും അല്ലാത്ത ദിവസം തീർത്ഥാടനത്തിൻ്റെ ഭാഗമായിട്ട് ആളുകൾ വരുന്ന ഒരു ക്ഷേത്രം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് മറ്റ് ചില ക്ഷേത്രങ്ങളെ പോലെ നമ്മളിങ്ങനെ ഒരു മാർക്കറ്റ് ചെയ്യേണ്ട ഒരു സംഭവമല്ല ക്ഷേത്രം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതിൻ്റെ പൗരാണികമായ ചില മഹത്വങ്ങൾ വെച്ചാണ് ഇവിടെ ആൾ വരുന്നത്. പൗരാണികമായ മഹത്വം എന്ന് വെച്ചാൽ, കേരളക്കരയിൽ ആദ്യ കുടിയേറ്റ ഗ്രാമങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കേരളക്കരയിൽ മനുഷ്യവാസമില്ലാത്ത സമയത്ത്, അതായത് നമ്മുടെ ഐതിഹ്യം പറയുകയാണെങ്കിൽ പരശുരാമൻ കടലിൽ നിന്ന് കര വീണ്ടെടുത്ത് കേരളം സൃഷ്ടിച്ചതിന് ശേഷം ആദ്യമായി മനുഷ്യവാസം കുടിയേറിയ ഗ്രാമങ്ങളിലൊന്നാണ് നിരണം. അതാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത. അതിൽ തന്നെ ഈ നിരണത്ത് ഈ ഒരു ഗ്രാമം സ്ഥാപിക്കുകയും ഈ ഗ്രാമത്തിലെ ഗ്രാമദേവനായിട്ട് ഇവിടുത്തെ തൃക്കപാലീശ്വരനെ സാക്ഷാൽ പരശുരാമൻ പ്രതിഷ്ഠിച്ചതാണ്. പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ശിവക്ഷേത്രങ്ങളാണ്, 108 ഗ്രാമങ്ങൾ അദ്ദേഹം സൃഷ്ടിച്ചെന്നും ആ ഗ്രാമങ്ങളുടെ വസിക്കുന്നവരുടെ സംരക്ഷണത്തിനും ആശ്രയിക്കുന്നതിനും വേണ്ടിയിട്ട് 108 ശിവാലയങ്ങൾ സ്ഥാപിച്ചെന്നും അതിലൊരു ശിവക്ഷേത്രമാണ് നിരണം. അതാണ് ആദ്യത്തെ പ്രത്യേകത. അത് ചരിത്രം അവിടെ തൊട്ട് തുടങ്ങാം, കേരളം സൃഷ്ടിച്ചതെന്ന് തുടങ്ങാം. പിന്നീട് അടുത്ത പ്രത്യേകത ഉണ്ടായത്, കേരളത്തിലെ തക്ഷശില, നളന്ദ ഇതുപോലുള്ള കേരളത്തിലെ അറിയപ്പെടുന്ന 2 യൂണിവേഴ്സിറ്റികൾ, 2 വിദ്യാശാലകൾ നിങ്ങളിപ്പം 2ഇടത്തും വന്നിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിൽ. അതായത് അതിലൊന്നാണ് തിരുവല്ലാശാല, ശ്രീവല്ലഭശാല. തിരുവല്ലാശാലയും ശ്രീവല്ലഭശാലയും ഒന്ന് തന്നെ. ഇതിൽ തിരുവല്ലാശാലയിൽ നിങ്ങളിപ്പോൾ വന്നു. രണ്ടാമത് നിരണത്ത് ശാല. ഇതിൽ നിരണത്ത് ശാല സ്ഥിതി ചെയ്തിരുന്ന ഏകദേശം ഈ ഭാഗം തൊട്ട് അപ്പുറത്തെ ഒരു റോഡുണ്ട്, ആ റോഡിൻ്റെ സൈഡ് വരെ വരുന്ന അത്രയും സ്ഥലത്തായി ഒരു ശാലയുടെ ഏകദേശം അതിൻ്റെ എത്ര കുട്ടികൾ പഠിച്ചിരുന്നു എന്ന് കണക്കാക്കുന്നത് അവിടുത്തെ ആ ശാലയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളിലെ ലിഖിതങ്ങളാണ്. ഇവിടുത്തെ ലിഖിതങ്ങൾ അനുസരിച്ച് 100 കണക്കിന് വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് താമസിച്ച് പഠിച്ചിരുന്ന ഒരു ശാലയാണ് നിരണത്ത് ശാല. അതായത് ആനയ്ക്ക് കയറാവുന്ന സൈസിലുള്ള വലിയ കരിങ്കൽ കട്ടളയുടെ ചീളുകൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു തുറമുഖമായിരുന്നു. ഇപ്പം ഇവിടെ കടലിൻ്റെ ലാഞ്ചന പോലെ ഇവിടുന്ന് ഒരു 12 കിലോമീറ്റർ ഹരിപ്പാട്ട് പോയെങ്കിലേ ഉള്ളൂ കടൽ. കടലിൻ്റെ ശബ്ദം ചിലപ്പോൾ രാത്രി കേൾക്കാനാകും, പക്ഷെ കടൽ നമുക്ക് കാണാവുന്നതിലും കാറിൽ സഞ്ചരിക്കണം. പക്ഷെ കടൽ ഇവിടെ വളരെ അടുത്തായിരുന്നു ആ സമയം. കാരണം ഏറ്റവും കൂടുതൽ റോമൻ നാണയങ്ങൾ ലഭിച്ചിരിക്കുന്നത് നിരണത്തു നിന്നും. അതായത് സഞ്ചാരികൾ കപ്പലിൽ വന്ന്, അതായത് ഒരു തരത്തിൽ അതൊരു ശാപമാണെന്ന് വേണമെങ്കിൽ പറയാം. സഞ്ചാരികൾ കപ്പലിൽ വന്നു പോയതിൻ്റെ ഒരു ലക്ഷണമാണ് ഏറ്റവും കൂടുതൽ റോമൻ നാണയങ്ങൾ ഈ മണ്ണിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ നിരണത്ത് ശാല എന്ന പ്രശസ്തമായ നിരണത്ത് ശാല ഇവിടെയാണ് കുടികൊണ്ടിരുന്നത്. അത് വേദം പഠിപ്പിക്കുന്ന ശാലയായിരുന്നു. പിന്നെ മൂന്നാമത്തെ പ്രത്യേകതയും ഏറ്റവും പ്രബലമായ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാൽമീകി രാമായണം രചിച്ചിട്ട് സംസ്കൃതത്തിലായിരുന്നു. അത് പ്രാദേശിക ഭാഷകളിൽ ആദ്യകാലത്ത് തർജ്ജിമ ചെയ്യപ്പെട്ടത് മലയാളത്തിലാണ്. തമിഴിലുണ്ട്, മലയാളത്തിലുണ്ട്. അതിൽ മലയാളത്തിൽ തർജ്ജിമ ചെയ്യപ്പെട്ടത് ഈ തിരുനടയിലിരുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ ഇതുവരെ ഞങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത് എഴുത്തച്ഛനാണ് ആദ്യമായി മലയാളത്തിലേക്ക് രാമായണം തർജ്ജിമ ചെയ്തത്. എഴുത്തച്ഛന് ഗുരുവായിട്ടിരുന്ന കണ്ണശന്മാരാണ് ആദ്യമായിട്ട് മലയാളത്തിലേക്ക് രാമായണം തർജ്ജിമ ചെയ്തത്. അതിന് ഈ നമ്മളുടെ ഭാഷയുടെ മാതാവ് തമിഴാണെന്ന് നമ്മൾ ധരിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ തമിഴിന് മുമ്പ് ഒരു ആദി ദ്രാവിഡ ഭാഷ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു, ഒരു ഭാഷയുണ്ട്. ഈ ആദി ദ്രാവിഡ ഭാഷയിൽ നിന്നാണ് ഭാഷ ഉരുത്തിരിഞ്ഞ് മലയാളവും തമിഴും കന്നഡവും തെലുങ്കുമായിട്ട് വേർതിരിഞ്ഞു പോയത്.
സംസ്കൃതവും ഇതെല്ലാം കൂടെ ചേർന്ന്. സംസ്കൃതത്തിന് മുമ്പുണ്ടായിരുന്ന ഒരു ഭാഷയാണ്. സംസ്കൃതത്തിന് മുമ്പുണ്ടായിരുന്ന ഭാഷ എന്ന് പറയുന്നത് തെറ്റാണ്. ഇപ്പോഴത്തെ സംസ്കൃതവും പോലും ഉരുത്തിരിഞ്ഞു വന്ന ആദി ദ്രാവിഡ ഭാഷയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നാണ് മലയാള ഭാഷ. ഈ ആദി ദ്രാവിഡ ഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത് ഈ തിരുമുറ്റത്ത് വെച്ച്. ഇത് നമ്മൾ ഐതിഹ്യം പറയുന്നതല്ല, ഇത് ഞാൻ ചരിത്രം പറയുന്നു. ഈ ചരിത്രം ഇവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ ചരിത്രകാരന്മാരും, സർക്കാർ അംഗീകൃതമായിട്ടുള്ള എല്ലാ ചരിത്രകാരന്മാരും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. പ്രശസ്തമായ കവി പുതുശ്ശേരി രാമേന്ദ്രന്, അതുപോലുള്ള വിഷ്ണുനാരായണൻ നമ്പൂരി സാറ് ഉള്ളൂർ തുടങ്ങിയുള്ള ഉള്ളൂരുടെ ഭാഷാ ചരിത്രത്തിൽ വ്യക്തമായിട്ട് ഇവിടുത്തെ ചിത്രവും ഇതിനെ പറ്റിയുള്ള ചരിത്രവും കാണും. മലയാള ഭാഷ MAക്കൊക്കെ എടുത്ത് പഠിക്കുന്ന ആളുകൾക്ക് കണ്ണശ കവികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കറിയാൻ പറ്റും. കണ്ണശ കവികളാണ് ഈ ആദി ദ്രാവിഡ ഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് ചുവടെടുത്ത് വെച്ചപ്പോൾ ആദ്യമായി ഈ ഭാഷ നാമ്പെടുത്തത് ഈ മണ്ണിലാണെന്ന് പറയാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് കേരളത്തിൽ മലയാള ഭാഷയിൽ തന്നെ ആദ്യകാലത്ത്, അല്ല ഇന്ത്യൻ ഭാഷകളിൽ തന്നെ ആദ്യ കാലത്ത് ഭഗവത്ഗീത തർജ്ജിമ ചെയ്തത് കണ്ണശന്മാരുടെ കൃതികൾ. കണ്ണശന്മാരെന്ന് വെച്ചാൽ 3 പേരായിരുന്നു: രാമപ്പണിക്കർ, ശങ്കരപ്പണിക്കർ, മാധവപ്പണിക്കർ. അവരുടെ മുത്തച്ഛൻ കരുണേശന്റെ കൃതികളൊന്നും ഇന്ന് കിട്ടിയിട്ടില്ല. രാമപ്പണിക്കരുടെ രാമായണമാണ് ഒരു കാലത്ത് ഈ കേരളം മുഴുവനുള്ള മലയാളികൾ അവരുടെ വീട്ടിൽ വെച്ച് പാരായണം ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് ഇപ്പം നമുക്ക് വായിച്ചാൽ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്ന മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തത് എഴുത്തച്ഛനാണ്. എഴുത്തച്ഛൻ ഗുരുവായി സ്വീകരിച്ചത് കണ്ണശനെയാണ്. എഴുത്തച്ഛൻ ഇവിടെ ഒരു ശിവരാത്രി നാൾ വന്നെന്നു കണ്ണശനെ നമസ്കരിച്ച് കണ്ണശനിൽ നിന്ന് ഉപദേശമായിരുന്നു. കാരണം വാൽമീകി രാമായണത്തിൽ ഇല്ലാത്ത പല കഥാസന്ദർശനം, അതായത് ആ കവിയുടേതായിട്ടുള്ള ചില സങ്കല്പങ്ങൾ കണ്ണശൻ എഴുതിയിട്ടുണ്ട്. ചില പ്രത്യേക സ്ഥലത്ത് ചില വിവരണങ്ങളും വരും. ആ വിവരണങ്ങൾ അതേപോലെ എഴുത്തച്ഛൻ കുറെ കാലത്തിന് ശേഷം, അതായത് 10-60 വർഷത്തിന് ശേഷം എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ രാമനാം ആചാര്യനെ സ്മരിക്കുന്നു എന്ന് പറയുന്നത്. കണ്ണശ രാമപ്പണിക്ക് എഴുത്തച്ഛൻ്റെ രാമായണത്തിന് ആധ്യാത്മിക രാമായണം കിളിപ്പാട്ടിന് മുമ്പ് എഴുത്തച്ഛൻ സ്മരിക്കുന്ന രാമനാം ആചാര്യൻ ഇവിടെ ജീവിച്ചിരുന്ന കണ്ണശ പണിക്കരാണെന്നാണ് ചരിത്രം. അത് ഐതിഹ്യമാണ്. ഐതിഹ്യം എന്ന് പറയുന്നത് നമുക്ക് തെളിവ്, ചരിത്രാതീത കാലത്ത് നടന്ന കാര്യങ്ങൾ ഐതിഹ്യം എന്ന് പറയുന്നത്. ചരിത്രം എന്ന് പറയുന്നത് അതിന് തെളിവുണ്ട്, വ്യക്തമായ തെളിവുള്ള കാര്യങ്ങളാണ്. അത് രേഖപ്പെടുത്തിയിട്ടുകൊണ്ട് അത് കുട്ടികൾ ചരിത്രകാരന്മാർ പഠിക്കുന്നുമുണ്ട്. അപ്പം അപ്രകാരം എഴുത്തച്ഛനൻ ഗുരുവായി കരുതിയ കണ്ണശ കവികളുടെ ഉപാസനാമൂർത്തിയായ തൃക്കപാലീശ്വരനാണ് ഇവിടെ കൊണ്ടുവന്നത്. അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഇവിടെ ധാരാളം ഭാഷാ പണ്ഡിതന്മാരും മറ്റുള്ള ആളുകളും ഇവിടെ എത്താറുണ്ട്. ഇതുപോലെ ബസ്സുകളിലും ഒക്കെ ധാരാളം. ഈയിടെ തന്നെ കണ്ണശ രാമായണം സമ്പൂർണമായിട്ട് താളിയോലയിൽ നിന്നെടുത്ത് പുസ്തക രൂപത്തിൽ സർക്കാർ പ്രസിദ്ധീകരിച്ചത് ഡോക്ടർ പുതുശ്ശേരി രാമേന്ദ്രനാണ് പഠനവും വ്യാഖ്യാനവും തയ്യാറാക്കിയത്. അദ്ദേഹം എഴുതിയ കണ്ണശ രാമായണം അദ്ദേഹം ഇവിടെ കൊണ്ട് ദേവന് സമർപ്പിച്ചതിന്, അദ്ദേഹം വലിയ കമ്മ്യൂണിസ്റ്റുകാരനൊക്കെ ആയിരുന്നു പണ്ട്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം ഇവിടെ വന്ന് ഭഗവത് തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചതിന് ശേഷം ഇവിടുത്തെ തൃപ്പാദങ്ങൾ അർപ്പിച്ചിട്ടാണ് പ്രകാശനം ചെയ്തത്. മുഖ്യമന്ത്രിയാണ് പ്രകാശനം ചെയ്തത് തിരുവനന്തപുരത്ത്. അതിനു മുമ്പ് അദ്ദേഹം ഇവിടെ വന്ന് വലിയ പത്രങ്ങളിലും മാസികകളിലും ഒക്കെ വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. നമ്മുടെ പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ല. അതാണ് ഞാൻ പറയും, പത്രങ്ങളിൽ വന്ന് കാണും. ചിലപ്പോൾ നമ്മളത് മനസ്സിലാക്കാഞ്ഞിട്ടായിരിക്കും നമുക്കത് കാണാതെ. ഇനിയിപ്പോൾ നിങ്ങളെ തൃക്കപാലീശ്വരനും കണ്ണശനും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിക്കുകയാണ് ഇത്രയും കാര്യങ്ങൾ ഇവിടെ വന്ന് മനസ്സിലാക്കി. അപ്പോൾ ഏറ്റവും കൂടുതൽ പഠനം കണ്ണശ രാമായണത്തെക്കുറിച്ച്, കണ്ണശ രാമായണത്തിലെ നമ്മുടെ വാൽമീകി രാമായണത്തിലെ കണ്ണശ രാമായണത്തിലെ വെച്ച് നോക്കുമ്പോൾ ആദിത്യ ഹൃദയം എന്ന് പറയുന്ന മന്ത്രം ഏറെ ശ്രേഷ്ഠമായിട്ടുള്ളത് കണ്ണശ രാമായണത്തിൽ എഴുതിയിട്ടുള്ള ആദിത്യ ഹൃദയം. അത് ചൊല്ലിയാൽ ആ മന്ത്രം ചൊല്ലുന്നതിലുള്ള ആ ഒരു അത്രത്തോളം വേദവുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു മന്ത്രമാണ്. ആ മന്ത്രം ചൊല്ലിയാൽ നമുക്കൊരു ചൈതന്യം അപ്പോൾ തന്നെ ഉണ്ടാകുന്നതായിട്ട് കാണാം. അതാണ് ആ ആദിത്യ ഹൃദയത്തിൽ. അതിന് ഞങ്ങൾ അതിൽ നിന്ന് രാമായണത്തിൽ നിന്ന് പകർത്തിയെടുത്ത് അത് ഒരു നിങ്ങളെപ്പോലുള്ള ബാലഗോകുലങ്ങൾക്ക് വിതരണം ചെയ്യാനായിട്ട് ചെറിയ രീതിയിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും സുദർശൻ ചേട്ടന് അതിൻ്റെ ഒരു 50 കോപ്പി അയച്ചു കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്കെല്ലാം അത് വിതരണം ചെയ്യുന്നതിന് ആ ആദിത്യ ഹൃദയം. അപ്പം അങ്ങനെയുള്ള ഒരു ക്ഷേത്രമാണിത്. അതിനുശേഷം നൂറ്റാണ്ടുകളോളം പല ഭരണങ്ങളിലും പടയോട്ടങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ഒരു ഭൂമിയാണ്. അതിനുശേഷം ക്രൈസ്തവവൽക്കരണം ഭീകരമായിട്ട് വന്നതിനെ തുടർന്ന്
ഈ സംസ്കൃതി ഇവിടുത്തെ പത്തില്ലത്തിൽ പോറ്റിമാർക്ക് ഈ സ്ഥലം വിട്ടു പോകേണ്ടതായിട്ടും തിരിച്ച് ഹിന്ദു ജനസമൂഹം ഇവിടെ വളരെയധികം അടിച്ചമർത്തപ്പെട്ടതെന്ന് പറഞ്ഞാൽ അവർക്ക് സാമ്പത്തികമായിട്ടോ മറ്റു ശേഷികളോ ഇല്ലാതെ ജീവിക്കേണ്ടി വന്ന ഒരു കാലഘട്ടം ഉണ്ടാവുകയും ഇപ്പോൾ വീണ്ടും ഉണർത്തെഴുന്നേൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം വന്നിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു പ്രത്യേക കാലഘട്ടം തന്നെ. ഈ ക്ഷേത്രം നോക്കാൻ ആളില്ലാതെ അത് നോക്കേണ്ട ആളുകളൊക്കെ ഇവിടുന്ന് ഈ നാട്ടിൽ നിന്ന് പലായനം ചെയ്യപ്പെടേണ്ടി വന്നു. പിന്നെ വേറെ ചില ഉണ്ടായിരുന്നവരൊക്കെ ചില സ്വത്തുക്കൾ അപഹരിച്ചെടുത്തു. അങ്ങനെ ആളും പേരുമില്ലാതെ കുറേ കാലം കിടക്കേണ്ടി വന്നു. ഇപ്പം അതിനുശേഷം 600 കൊല്ലം മുമ്പ് ഈ കാളിദാസ മഹാകവിയുടെ മയൂര സന്ദേശത്തെ അതിനെ ഒരു ഗുരുത്വസ്ഥാനത്ത് കണ്ടുകൊണ്ട് ഒരു കാവ്യം രചിക്കുകയുണ്ടായി. അത് ഉണ്ണിനീലി സന്ദേശം. ഉണ്ണിനീലി സന്ദേശത്തിൽ അതിൻ്റെ കഥ എന്താന്ന് പറഞ്ഞാൽ ഒരു ഗോദവർമ്മൻ എന്ന് പറഞ്ഞ ഒരു രാജകുമാരനെ ഒരു യക്ഷി, അതിൻ്റെ കഥയാണ്. ഒരു യക്ഷി അയാൾ ഉറങ്ങിക്കിടക്കുമ്പോൾ അയാളെ എടുത്ത് ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് ഇടുക. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് അയാൾക്ക് അയാളുടെ ഭാര്യയെ കാണുന്നതിന് വേണ്ടിയിട്ട് അയാൾ വിലപിക്കുമ്പോൾ അയാൾ അവിടുന്ന് ഇങ്ങോട്ട് വഴി പറഞ്ഞു കൊടുക്കും. അതിന് വൈക്കത്തിനപ്പുറം ഒരു സ്ഥലമാണ് ഇയാൾക്ക് പോകേണ്ടത്. ഇയാൾ താമസിച്ചിട്ട് തൃപ്പൂണിത്തറയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഈ സന്ദേശകാരനോട് ഈ ഗോദവർമ്മൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയിലുള്ളതാണ് ആ കാവ്യം. ആ കാവ്യത്തിൽ തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം മുതൽ അന്നത്തെ കാലത്ത്, അത് 600 വർഷം മുമ്പ് നിലനിന്നിരുന്ന പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെ സാംസ്കാരിക കേന്ദ്രത്തിലൂടെ ഒരു യാത്രയാണ് ഈ ഉണ്ണിനീലി സന്ദേശം. അത് നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയിൽ എഴുതപ്പെട്ടതാണ്. അത് വളരെ പ്രചാരം സിദ്ധിച്ചിരിക്കുന്നത്. ഈ ഉണ്ണിനീലി സന്ദേശകാരൻ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ പറയുന്നത്, അത് ആകാശത്തൂടെ യാത്ര ചെയ്യാൻ ശക്തിയുള്ള ഒരാളാണ് ഈ യാത്ര ചെയ്യുന്നത്. അപ്പം അന്ന് പറയുന്നത് നിരണത്തിൽ നീ ചെല്ലുമ്പോൾ അവിടെ ചന്ദ്രക്കല നിറുകയിൽ ചൂടിയ പരമശിവനെ നീ കാണും. ബാക്കി എല്ലാ സ്ഥലത്തും ഇറങ്ങി പനയന്നാർകാവിൽ, ഇപ്പം ഞാൻ പറഞ്ഞില്ല പനയന്നാർകാവ് എന്ന ക്ഷേത്രമാണ്, അവിടെ ഇറങ്ങി അവിടുത്തെ അമ്മയെ വണങ്ങി പോകണം. അത് കഴിഞ്ഞ് തിരുവല്ലാമ്പലത്തിൽ ഇറങ്ങി അവിടുത്തെ ദേവനെ വണങ്ങിപ്പോണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ നിരണത്ത് ചന്ദ്രക്കല ചൂടിയ മന്നൻ്റെ ആ ഒരു സ്ഥലത്ത് നീ ഇറങ്ങിയ നിനക്ക് തുടർന്ന് പോകാനൊക്കത്തില്ല. നീ അവിടുത്തെ കാഴ്ചകളിലൊക്കെ ഭ്രമിച്ച് അവിടെ നിന്നു, നിന്റെ യാത്രാോദ്ദേശം നടക്കത്തില്ല. അതുകൊണ്ട് നിരണത്തെ മണ്ണിൽ ഇറങ്ങരുതെന്നാണ് പറയുന്നത്. അത്ര ഭംഗിയായ സ്ഥലമായിരുന്നു. കണ്ണശരാമായണത്തിൻ്റെ ആദ്യം കണ്ണശരാമ പണിക്കർ എഴുതിയിരിക്കുന്നത്, ഇത് നിരണത്ത് കപാലീശ്വര മാർ നീടിന പശുപതി തന്നെ അരുളാലേ തിരുവുര എന്ന് വെച്ചാൽ നിരണത്ത് കുടികൊള്ളുന്ന ഈ പശുപതി ശിവൻ പറഞ്ഞതിനാലേ ഈ ഗ്രന്ഥം രചിക്കുന്നു എന്ന് പറഞ്ഞാണ് കണ്ണശരാമായണം തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ കണ്ണശരാമായണത്തിൻ്റെ അത് നിർത്തിയിരിക്കുന്നതും അതുപോലെ അദ്ദേഹം എഴുതി തുടങ്ങിയിരിക്കുന്നതും കണ്ണശൻ എവിടെയാണ് താമസിച്ചിരുന്നത് എന്നുള്ള വ്യക്തമായ ധാരണ അതിനകത്ത് കൊടുക്കുന്നുണ്ട്. ചെമ്പടി ഇരുമ്പടി 57 തെക്ക് കിഴക്ക് എന്ന് പറയുന്ന ഒരു ഭൂമി, അത് കണ്ണശൻ്റെ വീട് നിന്നിരുന്ന ഭൂമി ക്ഷേത്രം സംരക്ഷിക്കുന്നുണ്ട്. അവിടെ എല്ലാ വർഷവും 100 കണക്കിന് കുട്ടികൾ എഴുത്തിനിരിക്കാൻ വരാറുണ്ട്. അതിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. പന്തലുമൊക്കെ ഇട്ട് മാധ്യമങ്ങളിലൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി വരാറുണ്ട്. പ്രശസ്തരായി ഇപ്പം നിങ്ങൾ ഇത് പോയി കണ്ട ഗോലോകാനന്ദ സ്വാമിയാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ കുടുംബം ഇവിടെയായിരുന്നു പൂർവാശ്രമത്തിൽ. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇവിടെ വന്ന് സ്ഥിരമായിട്ട് ധ്യാനിച്ചുകൊണ്ടിരുന്നതാണ്. അദ്ദേഹം കുട്ടിക്കാലത്ത് ഇവിടെ ഈ മയക്കുന്ന മരങ്ങളൊക്കെ ഈ ഗോലോകാനന്ദ സ്വാമി ഇവിടെ വന്ന് നട്ടുപിടിപ്പിച്ചതാണ്. ഈ തേക്ക് ഈ അടുത്ത കാലത്ത് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നു പറഞ്ഞില്ല അല്ലേ? അദ്ദേഹം അതുകൂടെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കുടുംബം ഇവിടെ തൊട്ടടുത്താണ്. അദ്ദേഹത്തിൻ്റെ ബാല്യം ഒക്കെ ഈ മണ്ണിൽ കളിച്ചു വളർന്നതാണ്. അങ്ങനെ ഒരുപാട് മഹാരഥന്മാർക്ക് ജന്മം നൽകിയിട്ടുള്ള ക്ഷേത്രമാണ്. പിന്നെ ഇവിടെ നാലാങ്കൽ കൃഷ്ണപിള്ളയുടെ മഹാക്ഷേത്രങ്ങൾക്ക് മുമ്പിൽ നമ്മൾ പറയുന്ന പുസ്തകത്തിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഇവിടുത്തെ അതിഗംഭീരമായ സൗന്ദര്യമുള്ള ഒരു കാളയെക്കുറിച്ച്, ഇതിനെക്കുറിച്ച് പ്രത്യേകം പഠനങ്ങൾ ഇപ്പം നടക്കുന്നുണ്ട്. അത് നമ്മുടെ ശശിഭൂഷൺ സാറ് ഇതിൻ്റെ ചിത്രമെടുത്ത് ഇതിന് ഈ ഡോക്യുമെൻ്റ്